പറഞ്ഞതുപോലെ നാം ഏവരുടെയും ബഹുമാനിയും പ്രിയങ്കരനുമായ ശ്രീ ഉമ്മൻചാണ്ടി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പ്രയാസം. കേരളീയരുടെ മനസ്സിൽ മാത്രമല്ല, ലോക മലയാളികളുടെ ഹൃദയത്തിൽ മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം എന്തായിരുന്നു എന്നത് ഒരു തുറന്ന പുസ്തകമാണ്. അദ്ദേഹം 53 വർഷക്കാലം ഒരു ജനപ്രതിനിധി, 2 ഘട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഒരു പ്രാവശ്യമെങ്കിലും പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, KSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, UDFന്റെ ചെയർമാൻ, ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, തൊഴിൽ മന്ത്രി, UDF കൺവീനർ. ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച ഉമ്മൻചാണ്ടി ആ ചുമതലകളെല്ലാം എങ്ങനെ ജനോപകാരപ്രദമാക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാവും. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ കഠിന അധ്വാനമാണ്. ഇത്രയേറെ യാത്ര ചെയ്ത ഒരു നേതാവിനെ ഇവിടെ എല്ലാവരും കേരള രാഷ്ട്രീയം നന്നായി അറിയുന്ന നിരവധി പേരുണ്ട്. ഇത്ര തവണ, ഇത്ര പ്രാവശ്യം നമ്മുടെ ജില്ലയാണെങ്കിലും ജില്ലയുടെ മുക്കും മൂലയും മലയോര പ്രദേശങ്ങളും കടലോര പ്രദേശങ്ങളിലും ഉൾപ്പെടെ പലതവണ പലവട്ടം യാത്ര ചെയ്ത് ഒട്ടുമിക്ക വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകരുടെ, നേതാക്കന്മാരുടെ, രക്തസാക്ഷികളുടെ, അവരുടെ എല്ലാം വീടുകളിൽ, രോഗികളുടെ എല്ലാം വീടുകളിൽ എത്തിയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. കഠിനാധ്വാനത്തോടൊപ്പം അദ്ദേഹത്തിന്റെ വിനയം, അത് കേവലം ഒരു അഭിനയമല്ല, മനസ്സിൽ തട്ടിയുള്ള വിനയം. KPCCയുടെ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് വാക്കിലും സോണിവക്കയിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ വരുന്നത്. ആ ക്യാമ്പിന്റെ സമാപന സന്ദർഭത്തിൽ UDF കൺവീനർ MM ഹസൻ പറഞ്ഞ ഒരു കാര്യം, ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, 1965 KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ പരിചയപ്പെട്ടു. പിന്നീട് ഉമ്മൻചാണ്ടി നേരത്തെ പറഞ്ഞ നിരവധിയായ ചുമതലകൾ, അധികാരങ്ങൾ അതെല്ലാം കൈയാളിയപ്പോഴും ഉമ്മൻചാണ്ടി ഒരേ പ്രകടനക്കാരനായിരുന്നു. ഒരേ വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ ഭാഗമായി. ഞാൻ DCC പ്രസിഡന്റായിരുന്ന 2001 കാലഘട്ടത്തിൽ അന്ന് കൊട്ടിയൂർ മേഖലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 2018 വെള്ളപ്പൊക്കം പോലെ അന്നുണ്ടായ ആ പ്രദേശത്ത് മാത്രമുണ്ടായി. അതേസമയത്ത് കോഴിക്കോട് ജില്ലയിലുണ്ടായി. ഉമ്മൻചാണ്ടി കൊട്ടിയൂരിൽ പോകാൻ വേണ്ടി രാവിലെ 5:30 മണിക്കാണ് തലശ്ശേരി. 5:30 മണിക്ക് വന്നാൽ അദ്ദേഹം ഉറങ്ങലായിരുന്നു. 5:30 മണിക്ക് വരുന്നു എന്ന് പറഞ്ഞു. ഒരു ട്രെയിനിൽ പാലക്കാട് നിന്ന് വന്നു. നേരെ കുളിച്ച് നേരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ കൊട്ടിയൂരിൽ കേരളത്തിൽ കഴിച്ചവരെല്ലാം നാളുകൾ മരണപ്പെട്ടിരുന്നു. അവരുടെ എല്ലാ വീടുകളിൽ പോയി അവിടെ യോഗം വിളിച്ചു കൂട്ടി. അത് UDF കൺവീനറാണ്. യോഗം വിളിച്ചു കൂട്ടി. അതിന്റെ പാക്കേജ് ഗവൺമെന്റിൽ ആവശ്യപ്പെടും എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോഴിക്കോടേക്ക് പേരാമ്പ്ര പ്രദേശത്തുണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ കെടുതികൾ അനുഭവിച്ച ആളുകളുടെ ഇടയിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാം. KDക്കും സോണിവക്കയിലും PT വാർത്തയിലും എല്ലാം ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, ഇന്ത്യ 2012 വെള്ളപ്പൊക്കം. അതിന് 6-7 മന്ത്രിമാരുണ്ട്. അടൂർ പ്രകാശ് മന്ത്രി, KC ജോസഫ്, KP മോഹനൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ എല്ലാം വന്നിട്ട് അവസാനം മുഖ്യമന്ത്രി വന്നു. മുഖ്യമന്ത്രി വന്നിട്ട് ഇന്ത്യയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേരുമ്പോൾ അവിടെ വെച്ചെഴുതാൻ ഒരു മേശയുണ്ടായിരുന്നില്ല. കാരണം വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ആ യോഗത്തിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ വെച്ച ഒരു പേപ്പറിലുണ്ട്. കാൽമുട്ടിൽ വെച്ചത് എഴുതി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നതിൽ എന്നോട് അഭിപ്രായങ്ങൾ ചോദിച്ചു. മുഖ്യമന്ത്രി എന്നതിൽ തീരുമാനമെടുത്തു. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ ശ്രീധരനുണ്ടായിരുന്നു. ശ്രീധരനോട് കാര്യങ്ങൾ ചോദിച്ചു. ഞങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് തീരുമാനമെടുത്തു.
ഞങ്ങളത് എഴുതി ഒപ്പിട്ടിട്ട് എന്നോട് പറഞ്ഞു ഈ കടലാസ് തന്റെ കയ്യിൽ സൂക്ഷിച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്നെ ഏൽപ്പിക്കണം. അങ്ങനെ ഞാൻ ചെയ്തു. അത് തിരുവനന്തപുരത്തെത്തി. അദ്ദേഹം അത് മന്ത്രിസഭാ തീരുമാനമായി സർക്കാർ ഉത്തരവായി ഞങ്ങൾ എന്താവശ്യപ്പെടുമോ ആ കാര്യങ്ങളെല്ലാം സർക്കാർ ഉത്തരവായി നടപ്പിലാക്കി. 2015 വീണ്ടും വെള്ളപ്പൊക്കമുണ്ടായി. അതൊഴുകിപ്പോയ പാലം ഇതുവരെയും പുനർനിർമ്മിക്കാൻ സാധിച്ചു. അത് ജില്ലാ കളക്ടറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പട്ടാളം വന്ന് താൽക്കാലിക നടപ്പാലം ഉണ്ടാക്കിയെങ്കിൽ അതൊഴുകിപ്പോയ കാരണം മുഖ്യമന്ത്രി മാറിയില്ല. 2018-ലും 2012-ലെ സംഭവമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാൻ. കേരളത്തിന്റെ വികസനത്തിന് ഇത് വെളിച്ചം വലിയ വഴിയായി മാറിയെങ്കിൽ നമുക്കറിയാം വിഴിഞ്ഞം ആരുടെ കുട്ടിയാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ ഒഴിച്ച് എല്ലാവർക്കും പറയാൻ സാധിക്കും. ആ അധ്യക്ഷ വേദിയിൽ തന്നെ പറഞ്ഞു. സ്പീക്കറെങ്കിൽ ഷംസീറെങ്കിൽ മാത്രമേ വലിയവരാണ് ഫേസ്ബുക്കിൽ. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ പറയാൻ ധൈര്യമില്ലെങ്കിലും ഫേസ്ബുക്കിൽ ഉമ്മൻചാണ്ടിയെ മറക്കാൻ കഴിയില്ല എന്ന് അദാനിയും പറഞ്ഞു. കാരണം എന്തായാലും വിഴിഞ്ഞത്തെ കുറിച്ചുള്ള ആക്ഷേപം ഉമ്മൻചാണ്ടിയാണ് ഇതിലാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയെ പിടിക്കാൻ വേണ്ടിയാണ് അവർ ജസ്റ്റിസ് രാഘവേന്ദ്രൻ നായർ കമ്മീഷൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെച്ചത്. ആ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? അതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വാക്കില്ല. അത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. അടൂർ വിമാനത്താവളം നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ കേന്ദ്രത്തിന്റെ അനുവാദങ്ങൾ ആവശ്യമായ അംഗീകാരങ്ങൾ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി. നിയമസഭയിൽ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് കിട്ടിയ ഒരു ഉത്തരം പിന്നീട് സഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. LDF-ന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ചോദ്യം ചോദിച്ചു. 2016 വരെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി ഒട്ടുമിക്ക കാര്യങ്ങളും 85%, ചില കാര്യങ്ങൾ 100% അങ്ങനെ പൂർത്തീകരിച്ച് വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ അവിടെ നടത്തിയിട്ടാണ് 2016 ഇലക്ഷൻ വന്നത് എങ്കിൽ പിന്നീട് വന്ന ഗവൺമെന്റ് അവിടെ ഉമ്മൻചാണ്ടിയെ പറഞ്ഞാണ്. നമുക്കറിയാം മെട്രോ കൊച്ചി മെട്രോ എന്തായിരുന്നു അതിന്റെയും ഉപജ്ഞാതാണ്. അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയാണ്. അതിന് ഉദ്ഘാടനം വന്നപ്പോൾ വേറെ ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടിയെ വിളിച്ചില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം അവരെ ആ മെട്രോയിൽ വന്ന് യാത്ര ചെയ്തപ്പോൾ അതിനാണ് കൂടുതൽ ജനകീയ സ്വീകാര്യത കിട്ടിയത്. നമുക്കെല്ലാവർക്കും എന്തിന് ഉമ്മൻചാണ്ടിയുടെ ചരമത്തിന് ശേഷം ജനങ്ങൾ നൽകിയ ഹൃദയത്തിൽ ചാലിച്ച യാത്രയെ പ്രധാനപ്പെട്ട മാറ്റമുണ്ട്. 168 കിലോമീറ്റർ 36 മണിക്കൂർ ആ വിലാപയാത്ര രാവിലെ പകലാക്കി. എത്രയോ ജനസംഖ്യമായി. കേരളത്തിലെ ഒരു ഭരണാധികാരിക്കും ഇന്നലെ അവരെ കിട്ടാത്ത, നാളെ ആർക്കും കിട്ടാൻ പ്രയാസമുണ്ട്. പക്ഷെ മനഃപൂർവ്വം സംഘടിപ്പിച്ചേക്കാം എന്നല്ലാതെ ജനകീയമായ ഒരു വലിയ ഒഴുക്കായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മപഥങ്ങൾ ഇന്നത്തെ പത്രങ്ങളിൽ AICCയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെഴുതിയിട്ടുണ്ട്. കാരുണ്യ പദ്ധതി, പോക്കറ്റിലുള്ള അന്വേഷണം, അതുപോലെ ജനസമ്പർക്കത്തിന് ഉമ്മൻചാണ്ടിക്ക് അവാർഡ് നൽകിയത് ഐക്യരാഷ്ട്ര സംഘടന മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളാണ് ഉമ്മൻചാണ്ടിക്ക് അവാർഡ് നൽകിയത്. ആർക്കും സമീപിക്കാവുന്ന ഒരു നേതാവ്. അതാണ് ഇവിടെ പറഞ്ഞത്. അതാണ് കോഴിക്കോട് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി 2ാം ക്ലാസ്സുകാരിക്ക് ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാതെ കടന്നു പോകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആ വിളി കേൾക്കാൻ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ ഹൃദയം ഉണ്ടായിരുന്നു. ഏറ്റവും ശക്തനായ നേതാവുണ്ടായിരുന്നു. ഇവിടെ വിളിച്ച മുദ്രാവാക്യം, നേരത്തെ വിളിച്ച ഈ കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം, കേരളത്തിലെ ജനലക്ഷങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണ്. ഇല്ല ഭരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ജനസേവനം, ചാരിറ്റി പ്രവർത്തനങ്ങൾ, നന്മ പ്രവർത്തനങ്ങൾ പത്രങ്ങളിലെല്ലാം വന്നതിന് ശേഷം പൊതുപ്രവർത്തകരെ ജനങ്ങൾ ആരെയും സമീപിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ അതനുസരിച്ച് ഉയരാൻ നമുക്കെല്ലാം അതുപോലെ ചെയ്തു കൊടുക്കാൻ കഴിയില്ല. ഇവിടുത്തെ ആളുകളെല്ലാം അതേപോലെ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചതുപോലെ അത്രയും ബന്ധങ്ങളോ അത്രയും അനുഭവം നമുക്ക് ഇരുന്നിൽ പോലും നമ്മളെല്ലാം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ വിനയത്തോടെ പൊതു നന്മയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ നമുക്ക് എല്ലാ കാലത്തും കരുത്തു പകരും എന്ന വിശ്വാസത്തിൽ
കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും ഞാൻ വരുന്ന വഴിക്കെല്ലാം കാണാൻ സാധിച്ചു. മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികളിൽ, യൂണിറ്റ് കമ്മിറ്റികളിൽ, മണ്ഡല കമ്മിറ്റികളിലും എല്ലാ പരിപാടികളാണ്, ഉമ്മൻചാണ്ടി അനുസ്മരണമാണ്, എല്ലാ തലങ്ങളിലും ആ പരിപാടികളിലെല്ലാം തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാനുള്ള ശരിയായ അവസരം. ആ നേതാവിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ചിരശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ നമുക്ക് കൂടുതൽ കരുത്ത് പകരും എന്ന വിശ്വാസത്തിൽ ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം.